ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുഖ്യമന്ത്രിക്കും വഴങ്ങാതെ സിപിഐ സബ് കമ്മിറ്റി സ്വീകാര്യമല്ല, നിർദ്ദേശം തള്ളി, ചർച്ചകൾ തുടരുവാൻ ധാരണ. PM ശ്രീ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും തീരുമാനമായില്ല. സബ് കമ്മിറ്റി രൂപീകരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സിപിഐ തള്ളി. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച പ്രശ്നം തണുപ്പിച്ചെടുക്കുവാനുള്ള ശ്രമം എന്നാണ് സിപിഐ വിലയിരുത്തൽ. സബ് കമ്മിറ്റി രൂപീകരിച്ചും കാര്യങ്ങൾ താമസിപ്പിക്കുവാനും വിവാദങ്ങൾ കെട്ടടങ്ങാനുമുള്ള ആസൂത്രിതമായുള്ള ശ്രമമെന്ന് സിപിഐ വിലയിരുത്തുന്നു. സബ് കമ്മിറ്റി എന്ന നിർദ്ദേശത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതുവരെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം മരവിപ്പിച്ചു നിർത്തണമെന്ന് സിപിഐ ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ധാരണാപത്രം മരവിപ്പിക്കുന്ന പോലുള്ള നടപടികളെടുത്താൽ മന്ത്രി വി ശിവൻകുട്ടിയെ കൊച്ചാക്കുന്നത് പോലെയാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലും SIR വരും. നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിക്കും. നടപടിക്രമങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ SIR നടപടിക്രമങ്ങൾ ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും SIR നടപ്പിലാക്കും എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം SIR നടപ്പിലാക്കാമെന്ന അഭ്യർത്ഥന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തള്ളി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിക്കും. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ വിവരശേഖരണം നടക്കും. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പുറത്തുവരും. അടുത്ത വർഷം ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കുക. രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കുന്നതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളവും ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണി മുതലാണ് നിലവിലെ വോട്ടർ പട്ടിക മരവിപ്പിക്കുന്നത്. 2002 മുതൽ 2004 വരെ തയ്യാറാക്കിയ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാകും പട്ടിക പരിഷ്കരണം നടക്കുക. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും ബൂത്ത് ലെവൽ ഓഫീസർമാരെത്തും. 3 തവണയാണ് BLOമാർ വീടുകൾ സന്ദർശിക്കുക. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി ഉൾപ്പെടുത്തുക 1200 വോട്ടർമാരെയാണ്. ഒരു കുടുംബത്തിലെ എല്ലാവരെയും ഒരു ബൂത്തിൽ തന്നെ ഉൾപ്പെടുത്തും. ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ വോട്ടർമാർക്ക് നൽകാനാകും. കേരളം കൂടാതെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇന്ന് അർദ്ധരാത്രി മുതൽ SIR നടപടിക്രമങ്ങൾ നിലവിൽ വരും എന്നാണ് വിവരം. ബീഹാറിൽ നടന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വൻ വിജയമാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അവകാശവാദം. അസമിൽ 2026 തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും അവിടെ NRC നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ SIRന്റെ രണ്ടാം ഘട്ടത്തിൽ അസമിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. മുസ്തഫാബാദിനെ കബീർധാം എന്ന് പുനർനാമകരണം ചെയ്യും. വീണ്ടും UPയിലെ സ്ഥലപ്പേര് മാറ്റുവാൻ യോഗി സർക്കാർ. മുസ്തഫാബാദിനെ കബീർധാം എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് യോഗി ആദിത്യനാഥ് അറിയിച്ചു. മുസ്ലിം ജനസംഖ്യ ഇല്ലാതിരുന്നിട്ടും ഗ്രാമത്തിന് മുസ്തഫാബാദ് എന്ന് പേരിട്ടതിൽ ആശ്ചര്യപ്പെട്ടെന്ന് യോഗി പറഞ്ഞു. അഭിമാനം വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫൈസാബാദ് ഇപ്പോൾ അയോധ്യയാണ്. അലഹാബാദ് പ്രയാഗ്രാജാണ്. മുസ്തഫാബാദ് കബീർധാമാക്കും. അഭിമാനം വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത്. അദ്ദേഹം ലംഘിപൂർ ഖേരിയിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. മുസ്തഫാബാദ് എന്ന പേര് അറിഞ്ഞപ്പോൾ എത്ര മുസ്ലിങ്ങൾ ഇവിടെ താമസിച്ചിരുന്നുവെന്ന് ഞാൻ ചോദിച്ചു. ഉത്തരം ഒന്നുമില്ലായിരുന്നു. ഈ പേര് മാറ്റണമെന്നും അതിനെ കബീർധാം ആക്കണമെന്നും ഞാൻ പറഞ്ഞു. പേര് മാറ്റുന്നതിനുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് ലഭിക്കുകയും പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ വിഷയം മറുപടി നൽകാത്ത സംസ്ഥാനങ്ങളെ രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോടതി. ചീഫ് സെക്രട്ടറിമാർ വിശദീകരണം നൽകണം. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച കേസിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി. മറുപടി സമർപ്പിക്കാത്ത സംസ്ഥാനങ്ങൾക്കെതിരെ കോടതിയുടെ നടപടി. ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നുവെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. തെരുവുനായ ആക്രമണത്തിൽ സ്വമേധയാ സ്വീകരിച്ച കേസിലാണ് സുപ്രീംകോടതിയുടെ കടുത്ത നടപടി. 2 മാസത്തെ സമയം നൽകിയിട്ടും ബംഗാളും തെലങ്കാനയും ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മറുപടി നൽകിയില്ല. സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവിന് ശേഷവും രാജ്യത്തിന്റെ പലയിടങ്ങളിലും തെരുവുനായ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുവെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. സംസ്ഥാനങ്ങൾ മറുപടി നൽകാത്തതിൽ ചീഫ് സെക്രട്ടറിമാരോട് നേരിട്ട് ഹാജരാകുവാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. എന്തുകൊണ്ട് മറുപടി സമർപ്പിച്ചില്ല എന്നതിൽ വിശദീകരണം നൽകണമെന്നും ഹാജരായില്ലെങ്കിൽ പിഴ ചുമത്തുന്നതടക്കം നടപടിയിലേക്ക് കടക്കുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് മുന്നറിയിപ്പ് നൽകി. PM ശ്രീ വിവാദം ധാരണാപത്രം മരവിപ്പിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ല. D. രാജ.
PM ശ്രീയുടെ ധാരണാപത്രം മരവിപ്പിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPI ജനറൽ സെക്രട്ടറി ഡി രാജ. പാർട്ടി സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതായി CPI ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞു. തുടക്കം മുതലേ CPI ഈ പദ്ധതിയെ എതിർക്കുന്നുണ്ട്. പദ്ധതിയെ അംഗീകരിക്കണമെന്ന ഒരു സമ്മർദ്ദത്തിനും വഴങ്ങില്ലെന്ന് ഡി രാജ വ്യക്തമാക്കി. PM ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് CPI എതിർപ്പ് വ്യക്തമാക്കി. ഇക്കാര്യം സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും CPIയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചു. ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്നും ചർച്ചകൾ തുടരുമെന്നും ഡി രാജ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. PM ശ്രീ പദ്ധതി CPI നിലപാട് നല്ല കാര്യം, ഉറച്ച നിലപാടുണ്ടായതിനെ സ്വാഗതം ചെയ്യുന്നു സണ്ണി ജോസഫ്. PM ശ്രീ പദ്ധതിയിൽ CPI നിലപാട് നല്ല കാര്യം, ഉറച്ച നിലപാടുണ്ടായതിനെ സ്വാഗതം ചെയ്യുന്നു. അവഹേളിച്ചതിന് ഇത്രയെങ്കിലും പ്രതികരിക്കുന്നതിൽ സന്തോഷം. PM ശ്രീ നടപ്പിലാക്കുന്നില്ലെന്ന പ്രഖ്യാപനം തട്ടിപ്പ്. CPIയെ കബളിപ്പിക്കുവാൻ CPIഎമ്മിലെ വല്യേട്ടൻ പാർട്ടി വിചാരിച്ചാൽ നടക്കില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടി ഉരുണ്ടു കളിക്കുവാൻ ശ്രമിക്കുകയാണെന്നും അതിൽ CPI വീഴുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. CPIയെ UDFിലേക്ക് സ്വാഗതം ചെയ്യുമോ എന്ന ചോദ്യത്തിന് കാത്തിരുന്ന് കാണാം എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി. മാധ്യമങ്ങൾ സ്വാഗതം ചെയ്യൂ എന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. അർജന്റീനയുടെ സന്ദർശനം എന്തോ സംശയാസ്പദമായ സാഹചര്യമുണ്ടെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ല. ഹൈബി ഈഡൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളം അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ തിരക്ക് പിടിച്ച് SIR നടപ്പിലാക്കുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്നും ധൃതി പിടിച്ച് നടത്താനുള്ള തീരുമാനം തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കേന്ദ്ര പദ്ധതികളിലൂടെ സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ വൈകിപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര പദ്ധതികളിലൂടെയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന സർക്കാർ വരുത്തിയ കാലതാമസമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുവാൻ 10 വർഷം കേരളത്തിലെടുക്കുവാൻ കാരണം. മറ്റ് സംസ്ഥാനങ്ങൾ അതിവേഗം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുമ്പോൾ കേരള സർക്കാർ ഒന്നും ചെയ്യാതെ ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കുവാൻ വന്നിരിക്കുകയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ 17 കോടി ജനങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിൽ 10 വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചത് 2.72 ലക്ഷം പേരെ മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കിയത് കേന്ദ്ര പദ്ധതികളാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ കേരളത്തിലെ 6 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രതിമാസം 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു. 58 ലക്ഷം പേർക്ക് തൊഴിലുറപ്പ് പദ്ധതി വഴി തൊഴിൽ നൽകുന്നു. ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 വർഷം കൊണ്ട് ഉത്തർപ്രദേശിൽ 6 കോടി ജനങ്ങളും ബീഹാറിൽ 3.77 കോടിയും മധ്യപ്രദേശിൽ 2.30 കോടി ആളുകളും രാജസ്ഥാനിൽ 1.87 കോടിയും മഹാരാഷ്ട്രയിൽ 1.59 കോടി ആളുകളും ദാരിദ്ര്യമുക്തി നേടിയപ്പോഴാണ് കേരളം കേവലം 2.72 ലക്ഷം പേരുടെ ദാരിദ്ര്യമുക്തിക്കായി 10 വർഷം എടുത്തത്. കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി സ്റ്റിക്കർ ഒട്ടിച്ച് ക്രെഡിറ്റ് അടിച്ചുമാറ്റുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. 10 വർഷമായി പിണറായി സർക്കാർ ഈ അടിച്ചുമാറ്റൽ തുടരുകയാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന അവകാശവാദം ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. PM ശ്രീ പദ്ധതി രാജ്യത്തെ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയെയും പിണറായി സർക്കാർ 5 വർഷം ചവിട്ടിവെച്ചെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.